ഞാൻ ഇപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് വയനാട് മേപ്പാടി വരെ പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട്, ചെറിയ തിരക്കും കാണുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ ആഴ്ച ഒന്ന് പോയായിരുന്നു. എൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തായിരുന്നു. ചേട്ടൻ ഇന്നാണ് പോകുന്നത്. റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട്, എന്നാലും വലിയ ബ്ലോക്കൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ നമ്മുടെ വയനാട് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു വൈബാണ്. ഇതിൽ കൂടെ ഇങ്ങനെ ഈ ചുരത്തിൽ കൂടെ ഉള്ളൊരു യാത്രയുണ്ടല്ലോ, അതൊരു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത, എത്ര യാത്ര ചെയ്താലും മതിയാവാത്തൊരു സംഭവമാണ് ചുരം യാത്ര. അങ്ങോട്ട് കയറ്റം കയറി പോവുകയാണ്. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, അടിവാരത്തിന് ഇവിടെ ചിപ്പിലത്തോടെ എത്തുന്നേ ഉള്ളൂ. നമ്മുടെ മുന്നേ ഒരു ടാങ്കർ ലോറി കുടുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല പോകാൻ പറ്റും. ചിപ്പിലത്തോടെത്തി. ഇവിടെ നിന്നാണ് തുഷാരഗിരിക്കൊക്കെ തിരിഞ്ഞു പോകുന്നത്. ചുരത്തിക്കൂടെ വരുമ്പോൾ തുഷാരഗിരിക്ക് പോകുന്ന വഴിയാണ്. വലതുവശത്തേക്ക് കാണുന്ന റോഡ് തുഷാരഗിരി, അതാണ് തുഷാരഗിരി റോഡ്. വലിയ മഴയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ചുരത്തിക്കൂടെ അങ്ങനെ പോവാം. മഴ പെയ്താൽ എപ്പോഴാണ് മഴ ഇടിഞ്ഞ് വരുന്നതെന്നും കാറ്റുണ്ടായാലും മഴ എപ്പോഴാണ് കടപൂരി വീഴുന്നതെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. വീഡിയോ കാണുന്നവർ ആരെങ്കിലും ചുരം കയറാത്തവരുണ്ടെങ്കിൽ അവർ ഒരു വണ്ടിയൊക്കെ ആയിട്ട് വന്ന് ഇന്ന് ചുരമൊക്കെ ഒന്ന് കയറി ആസ്വദിച്ച് പോകുന്നത് നന്നായിരിക്കും. മഴയില്ലാത്ത ദിവസം പോകുന്നതായിരിക്കും നല്ലത്. ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ടൂറിസ്റ്റുകൾ കുറച്ചുണ്ടാവും. മഴയാണേലും അതൊന്നും വകവയ്ക്കാതെ ഇങ്ങോട്ട് സ്ഥിരമായിട്ട് ടൂറ് വരുന്ന ആൾക്കാരുണ്ട്. ഇത് വയനാട്ടിൽ ചെന്നാൽ പ്രത്യേകിച്ച് കർണാടകക്കാരും തമിഴ്നാട്ടുകാരുമാണ് ഏറ്റവും കൂടുതൽ. ബാംഗ്ലൂരിൽ നിന്നുള്ളവരും IT മേഖലയിലുള്ള ഒരു ആൾക്കാരൊക്കെ ആണല്ലോ. അപ്പോൾ വയനാട്ടിലേക്ക് 2 ദിവസം വന്ന് അവിടെ താമസിച്ച് വില്ലകളും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പ്രത്യേകിച്ച് മേപ്പാടി ഭാഗം എന്ന് പറയുമ്പോൾ കുറച്ച് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ റോഡ് വരുന്നുണ്ട്. പുതിയ റോഡ് വന്ന ആ പണി കഴിഞ്ഞാൽ എനിക്കിതിലെ വരേണ്ട ആവശ്യമില്ല, ആ വഴിക്ക് തന്നെ പോവാം. അതാണ് എനിക്ക് വഴി എളുപ്പം. കുറച്ചുകൂടെ ഒരു 10 കിലോമീറ്റർ ലാഭം കിട്ടും. ആനക്കാമ്പൊയിൽ കള്ളാടി റോഡ് തുരങ്കപാത വരുവാണെങ്കിൽ ആ റോഡായിരിക്കും എനിക്ക് ഏറ്റവും എളുപ്പം പോകാൻ. കാരണം എനിക്ക് പോകേണ്ടത് മേപ്പാടി ചെന്നിട്ട് ചൂരന്മല ഭാഗത്തേക്കുള്ള റോഡിനാണ് എനിക്ക് യാത്ര ചെയ്യേണ്ടത്. മീനാക്ഷിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ വീട് വരുന്നത്. തുരങ്കപാത വന്ന് ചാടുന്ന സ്ഥലവും മീനാക്ഷിയിലാണ്. അപ്പോൾ അങ്ങനെയാണ്
ഈ അടുത്ത മാസം പണിയൊക്കെ തുടങ്ങുമെന്ന് പറയുന്നു. എന്തായാലും നല്ലൊരു പണി തീർന്നാൽ നല്ലൊരു ഉപകാരമാണ്. എല്ലാവർക്കും ചെറുത്തിലെ തിരക്ക് കുറയും. പിന്നെ ശരിക്കും കോഴിക്കോടായിട്ട് വയനാട്ടിലേക്ക് അടുത്ത ഏറ്റവും ദൂരം കുറഞ്ഞൊരു സ്ഥലമാണ്. കോഴിക്കോട് പോകാനും ബാംഗ്ലൂർ പോകാനും ഒക്കെ സൗകര്യങ്ങളാണ്. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് കുറേശ്ശെ. ചെറിയ മഴയാലും പ്രശ്നമൊന്നുമില്ല, ശക്തമായിട്ടുള്ള മഴ വരുമ്പോഴാണ്. നമ്മൾ രണ്ടാം വളവിലെത്തി. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല കാഴ്ചകളാണ്. രണ്ടാം വളവ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഐഡൻറ്റിറ്റിയാണ് ചുരത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ പിടിച്ചാൽ ഭയങ്കര ഒരു സംഭവമാണ്. മേൽഭാഗത്തെല്ലാം മഞ്ഞ് കൂടി കിടക്കുക, ചുരത്തിൻ്റെ മേലെ ഭാഗത്തേക്കെല്ലാം മഞ്ഞ് കൂടി കിടക്കുക. അപ്പോൾ ദൃശ്യങ്ങളൊന്നും വ്യക്തമല്ല. ഞാൻ പല പ്രാവശ്യം ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചുരത്തിലെ. അതൊക്കെ ചിലപ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. എനിക്ക് വീഡിയോ പകർത്താൻ വേറെ സഹായികളാരുമില്ല. ഞാൻ തന്നെത്താനെയാണ് കാറിൽ പ്രത്യേക ഒരു സാധനം പിടിപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ മൊബൈൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദൃശ്യങ്ങളൊന്നും കിട്ടിയല്ല. മരക്കൂട്ടമുള്ള ഭാഗത്ത് വരുമ്പോൾ ഒരു ഇരുട്ടാണ് മൊത്തം. ചില സമയത്ത് ലൈറ്റൊക്കെ ഇടാറുണ്ട്. റോഡൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഇട്ടു പോകണം. വണ്ടികൾ വരുമ്പോൾ കാണാം. റോഡിലേക്ക് വരുമ്പോൾ ലൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ മഞ്ഞ കോട നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആറാം വളവിലെത്തി. ആറാം വളവിൽ കുറച്ച് ടഫുള്ളൊരു വളവാണ്. വലിയ വണ്ടികളൊക്കെ വളച്ചെടുക്കാനും കുരങ്ങന്മാരൊന്നും കാണുന്നില്ല. ഇപ്പോൾ മഴയാണ്ട് മരത്തിൻ്റെ മുകളിൽ ഇരിക്കാം. അല്ലെങ്കിൽ എപ്പോഴും ഇവിടെയൊക്കെ കുരങ്ങുകളുണ്ടാവും. ഈ സൈഡിലൊക്കെ കുരങ്ങ് ഒക്കെ ഉണ്ടാവും.
ഇവിടെയൊക്കെ എപ്പോഴും മഴക്കാലമായാലും മരങ്ങളൊക്കെ എപ്പോഴും ഒടിഞ്ഞു വീഴുന്ന ഒരു സ്ഥലമൊക്കെയാണ്. ഭയങ്കര സൂക്ഷിച്ചാണ് പോകാൻ. നമ്മളിത് എത്താറായി. ഇപ്പോൾ അവിടെ എന്തോ ചെറിയ ബ്ലോക്ക് വന്നിട്ടുണ്ട് പോകണം. കുറേ അപ്പുറത്താണ് വണ്ടി കിടക്കുന്നത്. ഏഴാമളയിൽ എപ്പോഴും ബ്ലോക്ക് വരുന്ന സ്ഥലമാണ്. ഒരു വിഷയമില്ലാത്ത സമയത്തും വെറുതെ വാഹനങ്ങൾ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റി ഇവിടെ ബ്ലോക്ക് ഉണ്ടാകും. നിത്യ സംഭവമാണ്. നമ്മൾ വരി ഇട്ടാലും ശരി, ആ വരി കടന്ന് ഓരോരുത്തർ വന്ന കാറുകാരും ബസ്സുകാരും ഒക്കെ കയറും. അന്നേരമാണ് അധികം ബ്ലോക്ക് ഉണ്ടാകുന്നത്. എല്ലാവരും ക്ഷമയോടെ ഓടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് വലിയ ബ്ലോക്കൊന്നുമില്ലാതെ നമുക്ക് സുഖമായിട്ട് കയറും. ഒരാവശ്യമില്ലാത്ത ആൾക്കാരായിരിക്കും വെറുതെ കയറി തിരിച്ചു കയറുന്നത്. ഇപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കണ്ടില്ല. മിക്കവാറും ദിവസം ഞാൻ അങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ചെറുപ്പങ്ങളെ സ്ഥിരം യാത്ര ചെയ്യുന്നവരങ്ങനെ ചെയ്യാറില്ല. അതിനകത്ത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇങ്ങനെ പെട്ടെന്ന് വണ്ടി എടുത്ത് ബ്ലോക്കാക്കി പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏഴാമളവിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ അത്യാവശ്യം കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇനി ഞാൻ വീഡിയോ നീട്ടുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വള്ളിക്കാടൻ വ്ളോഗ്സ് വീഡിയോ കണ്ടവർക്കും കാണാനിരിക്കുന്നവർക്കും ഒക്കെ താങ്ക്സ് പറയുന്നു. ഓക്കെ.